അന്നദാനം മഹാദാനമെന്ന് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തായ ദാനമാണ് ഭക്ഷണം ദാനം ചെയ്യുന്നതെന്നാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉച്ചയ്ക്ക് പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെത്തും. അത് കാത്ത് വിശക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ അവിടെയുണ്ടാകും. ഭക്ഷണപ്പൊതി വാങ്ങിക്കഴിക്കുമ്പോൾ ആ മനുഷ്യരുടെ കണ്ണുകളിലെ തിളക്കം, അതാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ ഡിവൈഎഫ്ഐക്ക് പ്രചോദനം നൽകുന്നത്. അത് നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായി പൊതിച്ചോർ വിതരണം മാറുന്നു. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. അന്നം മുട്ടിക്കുന്ന സർക്കാർ. അന്നം മുടക്കുന്ന നിലപാടിൽ ഉറച്ച് UDF സർക്കാർ. ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ പാർട്ടികളല്ല ഭക്ഷണ വിതരണം നടത്തേണ്ടതെന്നും UDF സർക്കാരിൻ്റെ നയമിതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ബലാത്സംഗ കേസ് പ്രതിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അതേസമയം മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പൊതിച്ചോർ വിതരണത്തെ അഭിനന്ദിച്ച് അന്ന് രംഗത്ത് വന്നിരുന്നു. ആ വാർത്തയിലേക്ക്. 10 വർഷക്കാലത്തിലേറെയായി ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ് UDF സർക്കാർ. എന്തു വില കൊടുത്തും പൊതിച്ചോർ വിതരണത്തെ തടയുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവന. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിലും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. പൊതിച്ചോർ വിതരണത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആകെ ചെയ്യുന്ന പണിയെന്ന് പറയുന്ന പൊതിച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പതിവില്ല. അങ്ങേയറ്റം അശ്ലീലമായ പ്രസ്താവന നടത്തിയ മാങ്കൂട്ടത്തിലിനെ ജനം തള്ളി. ലൈംഗികാരോപണ കേസിൽ പ്രതിയായ മാങ്കൂട്ടത്തിന്റെ രാജിവാർത്തയടങ്ങിയ പത്രത്തിൽ പൊതിഞ്ഞ ചോർ ആശുപത്രിയിൽ വിതരണം ചെയ്തതും കാലത്തിന്റെ കാവ്യനീതി. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ ഒരിക്കൽ അഭിനന്ദിച്ച G. സുധാകരൻ വലതുപാളയത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റി. എന്നാൽ കോവിഡ് കാലത്തടക്കം ഡിവൈഎഫ്ഐ നടത്തിയ പൊതിച്ചോർ വിതരണത്തെ അഭിനന്ദിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഡിവൈഎഫ്ഐയെ മാതൃകയാക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസുകാരോട് ആവശ്യപ്പെട്ടത്. പല മെഡിക്കൽ കോളേജിലും വർഷങ്ങളായി ഉച്ചയൂണിന് ഉച്ചപ്പൊതി നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ഒരു കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുന്ന പദ്ധതി അവർ നടപ്പാക്കുന്നു. നമ്മൾ ഓരോ പ്രദേശങ്ങളിലും യൂത്ത് കോൺഗ്രസുകാർ സന്നദ്ധ സേവകരെ പോലെ പ്രവർത്തനം നടത്തി അവരെ കോൺഗ്രസിന്റെ അനുകൂലം ആക്കി മാറ്റുകയാണ് വേണ്ടത്. വിശപ്പുള്ള മനുഷ്യന്റെ മുന്നിൽ രാഷ്ട്രീയം കലർത്തുന്നവർക്കുള്ള മറുപടിയായി ഇനിയും പൊതിച്ചോർ വിതരണം തുടരുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെതിരെ സാധാരണ ജനങ്ങൾ രംഗത്ത് വന്നു. പ്രതികരണങ്ങളിലേക്ക്. തലേ ദിവസം തന്നെ ഞങ്ങൾ ഒരു കള്ളം പറയുന്നതല്ല, ചിക്കൻ മേടിച്ച് അത് കറി വെച്ച് വേറെ തോരന്, പിന്നെ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങേയറ്റം മുളക് വരെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ച് ഞങ്ങൾ പുളിയും വെച്ച് ഞെരടി വേറൊരു പൊതി കെട്ടി അതിനകത്ത് വെച്ചേക്കും വൃത്തിയായിട്ട്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവർ ഈ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുളക് വരെ ഞെരടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആരും പറയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു അത്താണിയായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടത അനുഭവിച്ചാണ് ഓരോ വീട്ടുകളിൽ നിന്ന് ഈ പൊതി കളക്ട് ചെയ്ത് ഈ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. ഇത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടേ ഉള്ളത് ഇവിടെ, മനസ്സിലായി. ഇത് കിച്ചണും മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോരായോ? ഇപ്പം കിച്ചണൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് വേണം. അത് കൊടിയൊന്നും നോക്കിയാൽ ഇവിടെ വിതരണം. വണ്ടിക്ക് കൊടി കിട്ടുന്ന വെച്ചാൽ അവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവന്മാരെവിടെ പോയായിരുന്നു? ആ അതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആഹാരം വേണം.
ഭക്ഷണമേ ഈ പറയുന്ന മന്ത്രിമാരുടെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഞങ്ങളെപ്പോലുള്ള പാവത്തങ്ങൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ. അത് മന്ത്രിമാർ നിർത്തലാക്കുന്ന എന്തിനാ? പാർട്ടി നോക്കി ഒന്നും അല്ലല്ലോ സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ 2ഉം 3ഉം കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് വന്ന് അവരുടെ വീട്ടുകളിൽ നിന്ന് ആഹാരം കൊണ്ടുവരാനൊന്നും അവർക്കൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ ഞങ്ങൾ കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ രോഗികൾക്ക് കൊടുക്കുന്നത്. അത് മന്ത്രി ഇവിടുന്ന് കൊടുക്കണമെന്ന് അത് വേണ്ട. ആരാണോ ഇത്രയും നാൾ കൊടുത്തത് അവർ തന്നെ കൊടുക്കുന്നതാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ടേക്കാൾ ഈ ചോറ് നിർത്താൻ മതി. ഈ ആശുപത്രി മരുന്നില്ല, ഈ സാധനങ്ങളൊന്നുമില്ല. ഇത് ഇയാൾ അന്വേഷിച്ച ഞങ്ങളൊക്കെ പുറത്ത് പോയാണ് 10,000, 2,000, 3,000 രൂപ ബ്ലഡ് പരിശോധിക്കുന്നത്. അയാൾ പറഞ്ഞതെന്താ പറയുക, ഇവിടെ എല്ലാ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സഹായവും ഇല്ല. 2-3 മാസമായ രോഗികളടങ്ങും. ഈ ഒരു നേരത്തെ ആഹാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു കാര്യമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അത് നിർത്തൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയക്കാരും അത് ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റെന്നല്ലാതെ ഇത് ശരിയാണെന്ന് നമുക്ക് പറയാൻ നിൽക്കുന്നില്ല. ഇതിന് മുൻപ് ഇത് കൊടുത്തപ്പോഴത്തേക്കേ ആദ്യം നിന്ന് എന്നാൽ കൊടുക്കെന്നും പറഞ്ഞ് കൊടുത്തേച്ച് ഇപ്പോൾ എന്തിനാ ഇതിനകത്ത് മണ്ണ് വാരിയിടാൻ തുടങ്ങുന്നത്? അത് അങ്ങേയറ്റം തെറ്റ്. അത് ഞങ്ങൾ അനുവദിച്ച് തരത്തില്ല. ഇനി ഏത് രാഷ്ട്രീയക്കാരായാലും, ഒരു രാഷ്ട്രീയക്കാരല്ല, പല രാഷ്ട്രീയക്കാർ ഇവിടെ വന്ന് ആ ആഹാരം കൊണ്ട് കഴിയുന്ന എത്ര രോഗികളുണ്ട്, ഞാൻ ഉൾപ്പെടെ. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇന്ന് പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പൊതിച്ചോറിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു വല്ലാത്ത വാശിയിലാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ തിന്മയായി ഈ പൊതിച്ചോറ് വിതരണം മാറുന്നു. അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടു തുണ്ടിയിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ പറയാൻ കഴിയുമോ? അദ്ദേഹം ശരിക്കും ഈ പൊതിച്ചോറ് വിതരണം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. സമൂഹത്തിലെ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യരാണ് ഈ പൊതിച്ചോറിനായി കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഭക്ഷണം എത്തും, തങ്ങളുടെ വിശപ്പകറ്റാം എന്ന ആത്മവിശ്വാസം അവർക്ക് DYFI നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തെയാണ് ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടവും പിന്നീട് കെ മുരളീധരനുമൊക്കെ തള്ളിപ്പറയുന്നത്. സുജു, ഷമീന്ന് പത്തനംതിട്ട ആറന്മുളയിലാണ് കെ മുരളീധരൻ പ്രതികരണം നടത്തിയത്. അതായത് പൊതുജനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ UDF സർക്കാരിന് മറ്റൊരു പേരോട് വീണിരിക്കുകയാണ്, അന്നം മുടക്കി സർക്കാർ. അങ്ങനെ അന്നം മുടക്കുന്നത് UDFന്റെ നയമാണെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഇന്ന് പത്തനംതിട്ട ആറന്മുളയിലെത്തിയാണ്. അത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു ക്ഷേത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ആറന്മുള. അവിടെ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമ്പോഴാണ് കേരളത്തിൽ ഏതാണ്ട് പ്രതിദിനം 50,000-ലധികം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന DYFIയുടെ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തും, അത് മുടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് UDF സർക്കാരിൻ്റെ നയം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതോടുകൂടിയാണ് ഇപ്പം അന്നം മുടക്കി സർക്കാർ എന്നതുകൂടി VD സതീശൻ്റെ സർക്കാരിനെതിരെ പേര് വീണിരിക്കുന്നത്. ഷമ്മി പറഞ്ഞതുപോലെ കെ മുരളീധരൻ്റെ വാശി എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിനകത്ത് അത് കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല എന്നാണ്. കെ മുരളീധരൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനം ഉൾപ്പെടുന്നില്ല എന്നാണ് കെ മുരളീധരൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അപ്പോൾ ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, ആശുപത്രിക്കുള്ളിൽ പൊതിച്ചോറ് കൊടുക്കുന്നതാണോ അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനമായി വ്യാഖ്യാനിക്കുന്നത്? ആ ഘട്ടത്തിൽ മന്ത്രി അതിന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ഇത് ചെയ്യേണ്ടെന്ന തരത്തിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുതെന്നാണ് ഈ കെ മുരളീധരൻ പറയുന്നത്. അത് DYFIയുടെയോ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ അവരല്ലേ അത് തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയണോ വേണ്ടയോ എന്ന്. അപ്പോൾ മുരളീധരൻ്റെ പ്രശ്നം DYFI കൊടുക്കുമ്പോൾ അത് DYFI ആണ് കൊടുക്കുന്നതെന്ന് പറയുന്നതാണ് മുരളീധരൻ്റെ പ്രശ്നം. പക്ഷേ DYFI അങ്ങനെ പറയുമ്പോൾ അത് ഏത് തരത്തിൽ അത് മേടിക്കുന്ന ആളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താണോ DYFI ഇത് കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ സർക്കാരിൽ തന്നെ മറ്റൊരു മന്ത്രി ആയിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറയുന്നത് എന്താണ്? കേന്ദ്രത്തിൻ്റെ, അതായത് കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേരോ ഫോട്ടോയോ അത് വീടുകളിൽ പതിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന മറ്റൊരു മന്ത്രിസഭാ അംഗം ഉള്ളപ്പോഴാണ് കെ മുരളീധരൻ DYFI കൊടുക്കുന്നത് വിമർശിക്കുന്നത്. DYFIയുടെ വാഹനത്തിൽ ഒരു കൊടി കാണും, ഒരു ബാനർ കാണും, അതിനപ്പുറത്തേക്ക് ഭക്ഷണം മേടിക്കാനായി എത്തുന്ന ആളുകളോട് രാഷ്ട്രീയം ചോദിക്കുന്നില്ല, അവിടെ രാഷ്ട്രീയ പ്രചരണം ചെയ്യുന്നു. സുജു, അതല്ല, ഇപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് കാണാം, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര
എന്നാണ് നമ്മുടെ KSRTC ബസ്സുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. പൊതുഖജനാവിലെ പണം എടുത്തിട്ടാണ് ഈ സൗജന്യം നൽകുന്നത്, അല്ലാതെ ഇത് കോൺഗ്രസ് ഫണ്ടിൽ നിന്നോ AICC ഫണ്ടിൽ നിന്നോ അല്ല. അപ്പോൾ അവർ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ആരും അതിൽ കുറ്റം പറഞ്ഞില്ല. പൊതുഖജനാവിലെ പണമാണ് അവർ എടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ DYFIയുടെ പ്രവർത്തകർ ഓരോ ആഴ്ചയും മുൻപേ വീടുകളിലെത്തി അതാത് വീടുകളിൽ ഈ കാര്യം പറഞ്ഞ് അവർ കെട്ടിക്കൊടുക്കുന്ന പൊതി വാങ്ങി ശേഖരിച്ച് കൊണ്ടുവന്ന് അവരുടെ കൊടി വെച്ചേക്കുന്നു ആ വണ്ടിയിൽ. അത്രേ ഉള്ളൂ. ഒരു ബാനർ കെട്ടിയിട്ടുണ്ട്, പൊതിച്ചോറ്, ഹൃദയപൂർവ്വം പൊതിച്ചോറ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഈ ചോറിനുള്ളിലൊന്നും ഈ അരിമണികളിലൊന്നും എഴുതി വെച്ചിട്ടില്ല DYFI ആണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് കൊടുക്കുന്നതെന്ന്. അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, അവിടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല. അവിടെ ഒറ്റ കാര്യം മാത്രമേ മാനദണ്ഡമാകുന്നുള്ളൂ, അത് മനുഷ്യൻ്റെ വിശപ്പാണ്. അത് പക്ഷേ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഷമി പറഞ്ഞ പോലെ ഈ പൊതിച്ചോറിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ സന്ദേശം മാത്രമേ എഴുതി നൽകിയിട്ടുള്ളൂ. അത് ഇന്ന് റഹീം അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ സന്ദേശം എന്താണ്? ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയേ ഭക്ഷണമേ ഉള്ളൂ, നിങ്ങൾ ആശുപത്രിയിൽ ആഴ്ചകളായി തുടരുന്ന ആളുകളായിരിക്കുമല്ലോ, നിങ്ങൾക്ക് പുറത്തുനിന്ന് സ്പെഷ്യൽ മേടിക്കണമെങ്കിൽ ഈ പണം കൂടി എടുത്തു പണം വരെ വെച്ചു കൊടുത്ത സാധാരണക്കാരുണ്ട്. ആ വെച്ചു കൊടുത്ത ഒരാളുടെ പേര് പോലും അവർ എഴുതിയിട്ടില്ല. DYFI ഷമി തന്നെ രാവിലെ എന്നോട് ഇതേ വാർത്ത പറയുമ്പോൾ പറഞ്ഞതുപോലെ മുരളീധരൻ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച്. മുരളീധരൻ ഒരിക്കൽ പോലും ഒരു പക്ഷേ ഇത്തരം പൊതിച്ചോറ് മേടിച്ച അനുഭവം ഉണ്ടാകില്ല. എന്നാൽ പൊതിച്ചോറ് മേടിച്ച അനുഭവം എനിക്കുണ്ട്, നമ്മൾ കേൾക്കുന്ന പല പ്രേക്ഷകർക്കുമുണ്ട്. നമ്മൾ പൊതിച്ചോറ് പോയി മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആകപ്പാടെ DYFI വെക്കുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ ക്യൂ ആയി നിൽക്കണം, കാരണം നിര തെറ്റിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അപ്പോൾ ക്യൂ ആയി നിൽക്കുന്ന എത്തുന്ന ആളോട് സുജു തുടരുക. ഇപ്പോൾ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ കൂടി ചേരുകയാണ്. അശോകൻ ചെരുവിൽ, ഇന്ന് ആറന്മുളയിലെ വള്ളസദ്യയിൽ പങ്കെടുക്കാനെത്തിയ ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞത് ആശുപത്രികളിൽ DYFI വിതരണം ചെയ്യുന്ന പൊതിച്ചോർ ഇനി നൽകാൻ പാടില്ല, എന്ത് വില കൊടുത്തും അത് ഞങ്ങൾ നിർത്തലാക്കും എന്നാണ്. എത്രയോ മനുഷ്യർ എത്രയോ കാലമായി, 2017 ഈ പദ്ധതി, ഈ ഒരു പൊതിച്ചോറ് വിതരണം DYFI ആരംഭിക്കുന്നത്. ഈ കാലയളവ് വരെ നൽകുന്ന ആശുപത്രികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും കോവിഡ് ആകട്ടെ മഹാപ്രളയമാകട്ടെ ഏത് സമയത്തും ആ പൊതിച്ചോറ് വിതരണം മുടങ്ങാതെ DYFI കൊണ്ടുപോകുന്നു. വിശന്നിരിക്കുന്ന മനുഷ്യർ ഈ വണ്ടി വരുന്നതും കാത്ത് ആശുപത്രികളിൽ ഇരിക്കും. ആശുപത്രികളിൽ ഉള്ളവർ മാത്രമല്ല, പുറത്തും ഇതുപോലെ ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുന്ന ഒരുപാട് പേർ ആശുപത്രി പരിസരങ്ങളിലേക്കെത്തി ഈ ഭക്ഷണ പൊതിയുമായി മടങ്ങും. ഇതാണ് മുരളീധരനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത്. ശ്രീ അശോകൻ ചെരുവിൽ, കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. DYFIയുടെ ഹൃദയപൂർവ്വം എന്ന പൊതിച്ചോറ് വിതരണ പരിപാടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതേതാണ്ട് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ, അതായത് അവിടെ അങ്ങനെ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഒന്നും തന്നെ, സന്നദ്ധ സംഘടനകളോ ഒന്നും തന്നെ അവിടെ പൊതിച്ചോറ് അവിടെ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നോക്കിക്കൊള്ളാം, അവിടെ ഒരു തരത്തിലുള്ള സാന്നിധ്യം അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. വളരെയേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തില് DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭക്ഷണ വിതരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രോഗികളെ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഏറെ പല നിലയ്ക്കും രോഗികളോടൊപ്പമുള്ള മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗികളെക്കാളൊക്കെ ഏറെ ദുരിതം അനുഭവിക്കുന്നവരാണ് അവര് തങ്ങളുടെ സഹജീവികളെ സഹായിക്കാനായിട്ട് അവരുടെ തൊഴിലും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അവിടെ വന്ന് കൂടിക്കിരിക്കുകയാണ്. ഇപ്പൊ ഈ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത് പ്രധാനമായും പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാധാരണ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് രോഗത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നു നിൽക്കുമ്പോൾ അവർക്ക് പണിയില്ല, വരുമാനമില്ല. അപ്പോൾ രോഗിക്ക് ഭക്ഷണം ഒരുപക്ഷെ അകത്തുനിന്ന് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ വന്നു പോകുന്ന ഈ ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ ഒരു നിർവാഹവുമില്ല വാസ്തവത്തിൽ. അപ്പൊ അവരെയൊക്കെയാണ് പ്രധാനമായിട്ടും DYFIയുടെ പൊതിച്ചോറ് വിതരണം സഹായിച്ചിരുന്നത്. ഉണ്ടാക്കിയിരുന്ന സഹായത്തെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയമായ വിയോജിപ്പും ആ കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല.
എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം അവിടെ ഡിവൈഎഫ്ഐ നടത്തിയതായിട്ട്, അവരുടെ ആശയ പ്രചരണം, ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് പ്രസംഗിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണം നടത്തുകയോ ഡിവൈഎഫ്ഐ ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടത്തിയതായിട്ട് ഒരു രേഖയില്ല. മാത്രമല്ല രാഷ്ട്രീയ ശത്രുക്കളൊക്കെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിൽ ഉള്ളവരാണല്ലോ. അത്തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുമില്ല. എല്ലാവരും അംഗീകരിച്ചിന്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പൊതിച്ചോറ് കൊടുക്കുന്ന വീടുകൾ എന്ന് പറയുന്ന ആ വീടുകളും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വീടൊന്നുമല്ല. പലപ്പോഴും ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്നാണ് ഇത് ഞങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന വീട്ടമ്മമാരും വീട്ടിലെ ആൾക്കാരും ഒക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം. കാരണം അവര് മനുഷ്യനെ, സഹജീവിയെ സഹായിക്കുമ്പോൾ കിട്ടേണ്ട ആ ഒരു ആനന്ദമാണ് മനുഷ്യന്റെ ശരിക്കുള്ള ആനന്ദം. ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ആനന്ദം? ആനന്ദത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. സമ്പത്തുണ്ടാക്കി പലതരത്തിലുള്ള സുഖഭോഗങ്ങളിൽ ആറാടി ജീവിച്ച് ആ ജീവിതം അത് കഴിയുമ്പോൾ അത് നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നിരർത്ഥകവും ആനന്ദകരമല്ലാത്തതാണെന്ന്. നമുക്ക് സഹജീവിയെ സഹായിക്കുമ്പോൾ നമുക്ക് നമ്മളാൽ ഒരു മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം, അയാൾക്ക് ഒരു സൗകര്യം, അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രതിഫലമായി കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് അടിസ്ഥാനപരമായ മനുഷ്യ ശരീരത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും യുവാക്കളെ നിങ്ങൾ എന്നാണ് ഇനി വരുന്നത് എന്ന് വീട്ടമ്മമാര് അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞ് കെട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഈ ഒരു സംഗതിയാണ് സമൂഹത്തിൽ ആകമാനം പടർന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് രോഗികൾക്ക് പൊതിച്ചോറ് കൊടുത്തിട്ട് അവരെ സഹായിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സഹായം മാത്രമല്ല, അതിന്റെ പിന്നിൽ മനുഷ്യരെല്ലാവരും പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ധാർമ്മികതയുണ്ട്, ഒരു വളരെ ഉത്കൃഷ്ടമായൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത സമൂഹത്തിൽ ആകമാനം നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സങ്കുചിതമായ വീക്ഷണം പുലർത്തി ഇത്രമാത്രം രാഷ്ട്രീയമായിട്ടുള്ളൊരു ദുഷ്ടലാക്കോടുകൂടി ഈ ഒരു പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ആരോഗ്യവകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒരു സംസാരിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ ശ്രീ മുരളീധരനെ എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ വിചിത്രമായൊരു കാര്യമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. കോവിഡ് എന്ന് പറയുന്നത് രോഗാണുക്കള് ഉഷ്ണമേഖല രാജ്യത്ത് വളരില്ല, വർഷക്കാലത്തോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തോ മാത്രമേ അത് ജീവിക്കുള്ളൂ. ഒരു ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അദ്ദേഹം ഒരു വലിയൊരു അറിവ് പുലർത്തുന്ന പോലെ ഉറക്കെ പരസ്യമായി വലിയ ഗൗരവമായി പറയുകയാണ്. കോവിഡിന്റെ അണുക്കളൊക്കെ ചൂട് വന്നു കഴിഞ്ഞാൽ ചത്തുപോകും. കോവിഡിന്റെ തുടക്കകാലത്ത് അദ്ദേഹം പറഞ്ഞതാണ്. ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന, അതുവരെ രാഷ്ട്രീയ രംഗത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ആ ഒരു വഴിയിലൂടെ മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ ഇത്രമാത്രമൊക്കെ ഇടപെടാൻ കഴിയുള്ളൂ. അത്ര സംസ്കാരം അദ്ദേഹത്തിനുള്ളൂ. നമ്മൾ അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, ആദ്യം ശൈല ടീച്ചറും അതുപോലെ തന്നെ പിന്നീട് വീണ ജോർജും ഒക്കെ തന്നെ എത്രമാത്രം ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു തരത്തിൽ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ പരിപോഷിക്കുന്ന തരത്തിൽ അവർക്ക് സഹായകരമായ രീതിയിലുള്ള എത്രമാത്രം പദ്ധതികളും ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. വാസ്തവത്തിൽ വലിയ തരത്തിലുള്ള അവരുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള വലിയൊരു നീക്കം വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഒട്ടുമിക്കവാറും ആശുപത്രികളൊക്കെ തന്നെ നമ്മുടെ സ്വകാര്യ മേഖല, ആ സ്വകാര്യ മേഖലയിൽ കുത്തകകൾ വന്നിരിക്കുകയാണ്. ഒട്ടുമിക്കവാറും പ്രൈവറ്റ് ആശുപത്രികൾ എന്ന് പറയുന്ന ഓരോ സിംഗിൾ മാനേജ്മെന്റ് ഒക്കെ ആയിരുന്നൊക്കെ മാറി ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് ബഹുരാഷ്ട്ര കുത്തകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ബഹുരാഷ്ട്ര കുത്തകൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്തേക്ക് കടന്നു വരുന്നതിന് കേരളത്തിൽ 10 വർഷം നീണ്ടുനിന്ന ഇടതുപക്ഷ സർക്കാർ ഒരു വിഘാതമായിരുന്നു. നമ്മുടെ ശൈല ടീച്ചറായാലും പിന്നീട് മറ്റേ വീണ ജോർജ് മിനിസ്റ്ററായാലും അവരൊക്കെ ആ മേഖലയിൽ ഉണ്ടാക്കിയ ആ ഉണർവ്, പൊതുജനാരോഗ്യത്തിലുണ്ടായ ഉണർവ് ഈ മൂലധന ശക്തികളുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവിന് വിഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെങ്ങനെയെങ്കിലും തകർക്കുക, ദുഷ്പ്രചരണത്തിൽ തകർക്കുക, അപവാദങ്ങൾ ഉണ്ടാക്കി തകർക്കുക, സ്വകാര്യ മേഖലയെ ഇതിന് സഹായകരമായ രീതിയിൽ അതിനെ കുത്തകവൽക്കരിക്കുക, ഈ ഒരു സമീപനം എടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ പത്രങ്ങളൊക്കെ തന്നെ എഴുതിയിരുന്നത്. ശൈല ടീച്ചറെ ആയാലും വീണ ജോർജിനെയൊക്കെ ആയാലും
അവർ നടത്തുന്ന നല്ല പ്രവർത്തനത്തെ ശ്ലാഘിക്കാനോ അതിനൊരു നല്ല വാക്ക് പറയാനോ കൂട്ടാക്കാതെ അവരെ ആക്ഷേപിച്ച് അവരെ വളരെ മോശം ആയിട്ട് സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ആക്രമിച്ച് അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇലക്ഷനിൽ പോലും പ്രചരിപ്പിച്ച് അവസാനം അവർ നേട്ടമുണ്ടാക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായി നമുക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഈ മുരളീധരനെ പോലെയുള്ള ആളുകൾ. ഈ മുരളീധരന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വാഭാവികമായിട്ടും കോൺഗ്രസോ അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ സർക്കാരോ മുഖ്യമന്ത്രി വി.ഡി. സതീശനോ ഒന്നും എതിർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. വളരെ ലജ്ജകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തില് ഇപ്പൊ ആരായിക്കോട്ടെ, സമൂഹത്തില് മനുഷ്യന് ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, പൊതുജനാരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ നമുക്കറിയാം. പണ്ട് കാലം മുതലേ തന്നെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ നാട്ടിലുണ്ടായത് തന്നെ സാമാന്യ ജനങ്ങൾ അവിടുന്ന് അവരുടെ പരിമിതമായ വിഭവശേഷി ഉപയോഗിച്ച് കല്ലും മണ്ണും ഒക്കെ കൊടുത്ത് സ്ഥലം കൊടുത്ത് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണം, അവിടെ വരുന്ന രോഗികൾക്ക് അകലെയൊന്നും പോകാതെ പെട്ടെന്ന് രോഗം വരുമ്പോഴൊക്കെ തന്നെ അവിടെ ശുശ്രൂഷ കിട്ടണം എന്നുള്ള മനുഷ്യ മനസ്സിന്റെ ആ നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യ നന്മയുടെ ഭാഗമായിട്ടാണ് ഈ ആശുപത്രികളൊക്കെ ഉണ്ടായത്. അല്ലാണ്ട് പഴയകാലത്ത് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും കൂടെ അങ്ങനെ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതൊന്നുമല്ല. സാമാന്യ ജനങ്ങൾ ഓരോ പ്രദേശത്ത് ഉണ്ടാക്കിയതാണ്. പിന്നീട് സർക്കാരുകൾ ഏറ്റെടുത്താണത്. അങ്ങനെ ഏറ്റെടുത്ത സന്ദർഭത്തിൽ തന്നെ അതിൽ വീണ്ടും വീണ്ടും സഹായം നൽകാനായിട്ട് ഉപദേശക സമിതികളുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഔദ്യോഗികമല്ലാത്ത സമിതികളുടെ രൂപത്തിലായാലും ഒക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് കാട്ടൂര് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ വേണ്ടി അവിടെയൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ അവിടുത്തെ സാധാരണക്കാർ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ നിന്ന് പോയിട്ട് അവിടെ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പലപ്പോഴും അവിടുത്തെ സൗകര്യങ്ങളിൽ നമ്മുടെ അവിടുത്തെ മറ്റേ വാഷ്റൂമുകളും മറ്റുമൊക്കെ തന്നെ വളരെ മോശമായിട്ട് കിടക്കുന്നു എന്ന് കാണുമ്പോൾ അവിടുത്തെ ക്ലബ്ബുകൾ വായനശാലകളൊക്കെ പോയി അത് ശുചീകരിക്കും. അവിടുത്തെ രോഗികളെ സഹായിക്കും. മതസംഘടനകളും ചെയ്യാറുണ്ട്. തൃശ്ശൂർ സർക്കാർ ആശുപത്രി, ജില്ലാ ആശുപത്രി ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലെ പല സഭകളിലും പെട്ട സന്നദ്ധ സംഘടനകളിൽ പെട്ട കന്യാസ്ത്രീകളൊക്കെ തന്നെ ചില വാർഡുകളൊക്കെ ഉണ്ട്. അതായത് അജ്ഞാതരായ രോഗികൾ, ആരും ഇല്ലാത്ത ചില രോഗികൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ 9-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാൽ വണ്ടി ഇടിച്ചിട്ട് മറ്റൊക്കെ കൊണ്ട് കിടത്തുന്ന രോഗികൾ. ഇവരെ നോക്കാൻ ആരുമില്ല. അപ്പൊ അവരെയൊക്കെ നഴ്സുമാര് നോക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോ ഈ ക്രൈസ്തവ സഭകളിൽ നിന്നൊക്കെ അതുപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷനിൽ നിന്നൊക്കെ തന്നെ വളണ്ടിയർമാർ, പലപ്പോഴും കന്യാസ്ത്രീമാരും അച്ഛന്മാരും ആയിരിക്കും. അവർ വന്ന് കാലത്ത് വന്ന് കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇവരെ അവർക്കൊന്നും ബോധമില്ലാത്ത ആൾക്കാരാണ്. അവരുടെ രക്ഷകർത്താക്കൾ ആരാണ്, അവരുടെ ബന്ധുക്കൾ ആരാണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ്. അവരെ രക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട്, യുവജന സംഘടനയായിട്ട്, മഹിളാ സംഘടനയായിട്ട് ആരാണത് ചെയ്യാൻ തയ്യാറ്? തന്മനോഭാവത്തോടുകൂടി, സ്വാർത്ഥതയില്ലാതെ, വ്യാപാര താല്പര്യമില്ലാതെ, ലേപേക്ഷയില്ലാതെ ആരാണ് വരുന്നത്? അതിനെയൊക്കെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ പ്രവർത്തനത്തിലൂടെയല്ലേ നമ്മുടെ ആരോഗ്യ മേഖലയെ ഒരു സർക്കാർ പരിപോഷിച്ചു കൊണ്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായ സമീപനം. ആരാണോ സഹായകരമായി വരുന്നത് അവരെ തകർക്കുന്ന, അവരെ നിരാകരിക്കുന്ന, അവരെ തള്ളിപ്പുറത്താക്കുന്ന ഒരു സമീപനം, ഇതിന്റെ തുടക്കം എവിടേക്ക് എത്തുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലും സർക്കാർ ആശുപത്രികളെയും തകർക്കാനുള്ള ഒരു കരാറിൽ പല ഡീലുകളുടെ ഭാഗമായിട്ട് വന്നതാണല്ലോ ഈ സർക്കാർ. അത് BJP ആയിട്ട് അതുപോലെ തന്നെ അദാനിയായിട്ടും ഒക്കെ തന്നെ സതീശനുണ്ടായ ഡീല് മാത്രമല്ല, നമ്മുടെ ആരോഗ്യരംഗത്തെ കുത്തകകളുമായിട്ട് ഒരു കരാർ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം മുരളീധരന്റെ ഈ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. വളരെ ലജ്ജകരമായ ഈ സംഭവത്തെ ഞാൻ അങ്ങേയറ്റം അപലപിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാൻ. നന്ദി അശോകൻ ചെരുവിൽ പ്രതികരിച്ചതിന്. തീർച്ചയായും സാമാന്യമായി ഒരു വിഷയത്തെ കാണാം, രാഷ്ട്രീയമായി കാണാം. പക്ഷെ അതൊക്കെ അതിൻ്റേതായ തലങ്ങളിലുള്ള വിഷയങ്ങളിലായിരിക്കണം. ഇത്തരം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ അന്ധമായി രാഷ്ട്രീയ തിമിരം ബാധിച്ച പോലെ സംസാരിക്കാൻ കെ മുരളീധരനെ പോലെ അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത്രയും ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ശേഷം ഇത്രയും രാഷ്ട്രീയ അനുഭവം പാരമ്പര്യവും ഒക്കെ സ്വന്തമായുള്ള അദ്ദേഹം ഇത്തരത്തിൽ ഒരു നേരം മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഒരു പദ്ധതി വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ എന്തുമാത്രം രാഷ്ട്രീയമായ തിമിരം അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സുജു ടി ബാബു തുടരുകയാണ്. സുജു, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, അത് സർക്കാരിൻ്റെ നയമാണ്, ഞാനാണ് മന്ത്രി, ഞാനാണ് ആശുപത്രിയുടെ അധികാരി എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൂയി 14 പറഞ്ഞ ആ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന മാതിരി. അധികാരം കിട്ടി 2 മാസമായതേ ഉള്ളൂ, അപ്പോഴേക്കും അതങ്ങ്
തലച്ചോറ് വരെ എത്തിയിരിക്കുന്നു. സുജു, തീർച്ചയായിട്ടും വളരെ പ്രശ്നം തന്നെയാണ്. നമുക്ക് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ LDF സർക്കാരാണ് ഭരിച്ചത്. ആ ഘട്ടത്തിൽ DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും സാധാരണക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഉള്ള നേതാക്കൾക്കൊന്നും തന്നെ ഇതിൽ അഴിമതിയോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കേരളത്തിൽ എന്തും വിളിച്ചു പറഞ്ഞ ചില നേതാക്കൾ പറഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ കേരള പൊതുസമൂഹമോ അല്ലെങ്കിൽ മറ്റാരും തന്നെ DYFIയുടെ പൊതിച്ചോറ് വിതരണത്തെ ഏതെങ്കിലും തരത്തിൽ തണലിൽ ആശുപത്രിക്കുള്ളിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വ്യാഖ്യാനിക്കുകയോ വിമർശനമോ ഉന്നയിച്ചിട്ടില്ല. അപ്പം പരാതികളില്ല, വ്യാപകമായ ഒരു പരാതിയും DYFIക്കെതിരെയില്ല. പകരം വലിയ സ്വീകാര്യത മാത്രമാണ് ഈ വിഷയത്തിൽ DYFIക്ക് ലഭിച്ചിട്ടുള്ളത്. കെ മുരളീധരനെ അസ്വസ്ഥനാക്കുന്നതും ഒരു പക്ഷേ DYFIക്ക് ഈ പൊതിച്ചോറ് വിതരണത്തിലൂടെ ജനങ്ങളുടെ ഇടയിൽ ലഭിക്കുന്ന സ്വീകാര്യത തന്നെയായിരിക്കാം. അതുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന്. എന്താണ് DYFI ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം? സാഹോദര്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, മനുഷ്യർ ഒന്നാണെന്നുള്ള രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കവലപ്രസംഗമോ അല്ലെങ്കിൽ കവലപ്രസംഗത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തുന്നത്, പ്രവൃത്തിയിലൂടെ വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. കാരണം ഈ പൊതിച്ചോറ് മേടിക്കാനെത്തി ആ വരി നിൽക്കുന്ന ആളുകൾ വിവിധ മതസ്ഥരായിരിക്കാം, വിവിധ രാഷ്ട്രീയ ആശയങ്ങൾ പേറുന്ന ആളുകളായിരിക്കാം, മറ്റ് പല വിവിധ തട്ടുകളിലുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ചൊരു പൊതിച്ചോറ് മേടിക്കുകയും അത് പങ്കിട്ട് ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഷമ്മി ഒന്ന് നിസ്സാരമായി ആലോചിച്ച് നോക്കുക. നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണപ്പൊതി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ഇനി കാണാൻ സാധ്യതയില്ലാത്ത വ്യക്തിയുടെ വീട്ടിൽ അവരുടെ കൈകൾ കൊണ്ട് അവർ ഭക്ഷണം പാകം ചെയ്ത് നമുക്കായി നൽകുന്നതാണ്. ആ 2 വ്യക്തികളുണ്ട്, 2 എൻഡുണ്ട്. നടുക്ക് DYFI നിൽക്കുമ്പോൾ ആ പാചകം ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അവരും കാണുന്നില്ല ഇതാരാണ് കൈപ്പറ്റുന്നത്. അപ്പോൾ ഈ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന, സ്നേഹത്തിൻ്റെ സന്ദേശം നൽകുന്ന ആ രാഷ്ട്രീയമാണ് DYFI ഈ പൊതിച്ചോറ് വിതരണത്തിലൂടെ നടത്തുന്നത്. അത് DYFIക്കോ CPIM-നോ ഇടതുപക്ഷ സംഘടനകൾക്കോ വോട്ട് ലഭിക്കണമെന്നല്ല. നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനും അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ പരാജയം ഇടതുപക്ഷം നേരിടുമ്പോഴും DYFI ഏതെങ്കിലും രാഷ്ട്രീയ തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഈ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടില്ല. കൊറോണ കാലത്ത് മുടങ്ങിയിട്ടില്ല, പ്രളയം വന്നപ്പോൾ മുടങ്ങിയിട്ടില്ല. അങ്ങനെ ദുരിത സമയത്തൊന്നും മുടങ്ങാത്ത ഒരു പൊതിച്ചോറ് വിതരണത്തെയാണ് കെ മുരളീധരൻ എന്ന മന്ത്രി വന്നപ്പോൾ മുടക്കാൻ ശ്രമിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ നമ്മൾ ഓരോ വാക്കുകളായി എടുത്ത് പരിശോധിക്കേണ്ടതാണ്. എന്താണ് മുരളീധരൻ ഇന്ന് നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത്? കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു. ഒരു കാരണവശാലും നടത്തില്ല. അത് UDF സർക്കാരിൻ്റെ നയം എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന കാര്യമുണ്ട്. മുരളീധരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആശുപത്രിയിൽ പോയി ഈ പൊതി സ്വീകരിക്കുകയോ ഒരിക്കലെങ്കിൽ പൊതി കൊടുക്കുകയോ ചെയ്യാത്ത ആളുകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കാം. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം എന്താണ് നടക്കുന്നത്. ഇത് അറിയാത്ത ആളുകൾ വേണമെങ്കിൽ ചിന്തിക്കാം, അത് DYFI ഏതെങ്കിലും തരത്തിൽ ഈ പൊതിച്ചോറിന്റെ പേരിൽ ആശുപത്രി കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം കെ മുരളീധരന്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. ഇപ്പോൾ കെ മുരളീധരന്റെ പ്രസ്താവനയോടുള്ള ജനങ്ങളുടെ പ്രതികരണം. തലേദിവസം തന്നെ ഞങ്ങൾ ഒരു കള്ളം പറയുന്നതല്ല, ചിക്കൻ മേടിച്ച് അത് കറി വെച്ചു, വേറെ തോരന്, പിന്നെ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങേയറ്റം മുളക് വരെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ച് ഞങ്ങൾ പുളിയും വെച്ച് ഞെരടി വേറൊരു പൊതി കെട്ടി അതിനകത്ത് വെച്ചേക്കും വൃത്തിയായിട്ട്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവർ ഈ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുളക് വരെ ഞെരടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ ഈ ഭക്ഷണം ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആരും പറയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു അത്താണിയായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടത അനുഭവിച്ചാണ് ഓരോ വീട്ടുകളിൽ നിന്ന് ഈ പൊതി കളക്ട് ചെയ്ത് ഈ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. ഇതേ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് ഇവിടെ. മനസ്സിലായി? ഇത് കിച്ചണും മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോരായോ? ഇപ്പം കിച്ചണൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് വേണം. അത് കൊടിയൊന്നും നോക്കിയാൽ ഇവിടെ വിതരണം. വണ്ടിക്ക് കൊടി കിട്ടുന്ന വെച്ചാൽ അവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവന്മാരെവിടെ പോയായിരുന്നു? ആ അതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആഹാരം വേണം. ഭക്ഷണമേ ഈ പറയുന്ന മന്ത്രിമാരുടെ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഞങ്ങളെപ്പോലുള്ള പാവത്തങ്ങൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണമല്ലേ. അത് മന്ത്രിമാർ നിർത്തലാക്കുന്ന എന്തിനാ? പാർട്ടി നോക്കി ഒന്നും അല്ലല്ലോ സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ 2-3 കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് വന്ന് അവരുടെ വീട്ടുകളിൽ നിന്ന് ആഹാരം കൊണ്ടുവരാനൊന്നും അവർക്കൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ ഞങ്ങൾ കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണം തന്നെയല്ലേ രോഗികൾക്ക് കൊടുക്കുന്നത്. അത് മന്ത്രി ഇവിടുന്ന് കൊടുക്കണമെന്ന് അത് വേണ്ട. ആരാണോ ഇത്രയും നാൾ കൊടുത്തത് അവർ തന്നെ കൊടുക്കുന്നതാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ടേക്കാൾ ഈ ചോറ് നിർത്താൻ മതി. ഈ ആശുപത്രി മരുന്നില്ല, ഈ സാധനങ്ങളൊന്നുമില്ല. ഇത് ഇയാൾ അന്വേഷിച്ച ഞങ്ങളൊക്കെ പുറത്ത് പോയാണ് 10,000-2,000-3,000 രൂപ ബ്ലഡ് പരിശോധിക്കുന്നത്. അയാൾ പറഞ്ഞെന്തറിയാം, ഇവിടെ എല്ലാ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സഹായവും ഇല്ല. 2-3 മാസമായ രോഗികളടക്കം ഈ ഒരു നേരത്തെ ആഹാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു കാര്യമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അത് നിർത്തൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയക്കാരും അത് ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റെന്നല്ലാതെ ഇത് ശരിയാണെന്ന് നമുക്ക് പറയാൻ നിൽക്കുന്നില്ല. ഇതിന് മുൻപ് ഇത് കൊടുത്തപ്പോഴത്തേക്കേ ആദ്യം നിന്ന് എന്നാൽ കൊടുക്കെന്നും പറഞ്ഞ് കൊടുത്തേച്ച് ഇപ്പോൾ എന്തിനാ ഇതിനകത്ത് മണ്ണ് വാരിയിടാൻ തുടങ്ങുന്നത്? അത് അങ്ങേയറ്റം തെറ്റാ. അത് ഞങ്ങൾ അനുവദിച്ച് തരത്തില്ല. ഇനി ഏത് രാഷ്ട്രീയക്കാരായാലും, ഒരു രാഷ്ട്രീയക്കാരല്ല, പല രാഷ്ട്രീയക്കാർ ഇവിടെ വന്ന് ആ ആഹാരം കൊണ്ട് കഴിയുന്ന എത്ര രോഗികളുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ ഹൃദയം നൊന്താണ് ആ മനുഷ്യർ ആരോഗ്യമന്ത്രി മുരളീധരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ കവി മുരുകൻ കാട്ടാക്കട കൂടി ചേരുകയാണ്. ശ്രീ മുരുകൻ കാട്ടാക്കട, ഇന്ന് രാവിലെ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുത്ത ശേഷമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം നമ്മുടെ ആശുപത്രികളിൽ അനുവദിക്കില്ല എന്ന്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിലധികമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മനുഷ്യർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബാനർ കെട്ടിയ ഡിവൈഎഫ്ഐയുടെ ബാനർ കെട്ടിയ ഒരു പൊതിച്ചോറ് നിറച്ച ഒരു വണ്ടി വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്ന എത്ര മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി തിരിച്ചറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയായി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം മാറുന്നു. എന്തൊരു കഷ്ടമാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. തീർച്ചയായിട്ടും അതെ. അതായത് ഈ വായിൽ വെള്ളിക്കരണ്ടിയുമായി അധികാരത്തിൽ വരുന്നവർ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പലതരം വേദനകളുടെയും ദുരന്തങ്ങളുടെയും ഒരു അടയാളപ്പെടുത്തലാണ് ഈ കാര്യവും. അതായത് ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന, അത് യുവജന പ്രസ്ഥാനങ്ങൾ വെറും പ്രകടനം നടത്താനും അടികൊള്ളാനും ബഹളം വയ്ക്കാനും മാത്രമുള്ളതല്ലെന്നും മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ കൂടെ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഒരു സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും കൂടെ ആണ് എന്നും സ്വന്തം പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്ത അതിബൃഹത്തായ മാതൃകയാണ് ഡിവൈഎഫ്ഐ തുടങ്ങി വെച്ച ഈ വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന് പറയുന്ന പൊതിച്ചോറ് വിതരണ പരിപാടി. അതിനെ തുടർന്ന് പല യുവജന സംഘടനകളും ഒരു തരത്തിലുള്ള അഹങ്കാരങ്ങളോ വേദനകളോ ഇല്ലാതെ അതിനെ പിൻപറ്റുകയും അവരും ആ പാതയിലൂടെ ഈ നന്മ പിന്തുടരുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കേരള മാതൃകയാണ് ഇത്. ഇത് സാധാരണക്കാരായ കൂട്ടിരിപ്പുകാരായിട്ടുള്ളവരും രോഗികളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള മനുഷ്യർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഏറ്റവും ബൃഹത്തായ ഒരു യുവജന സാംസ്കാരിക പ്രവർത്തനമാണ്. അപ്പൊ അതിന്റെ ഒരു നന്മ മനസ്സിലാക്കുക എന്നത് ഏതൊരു സാധാരണ മനുഷ്യനും കഴിയുന്ന, എല്ലാത്തിനെയും രാഷ്ട്രീയ കണ്ണിലൂടെ കാണുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. 2 കാര്യം കൂടെ പറയാം ഞാൻ. ഒന്ന്, ഈ ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വെറുതെയെങ്കിലും പറയുന്നു. ബാനർ കെട്ടാതെ കൊടുക്കുന്നതിനും അദ്ദേഹം എതിരാണ്. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിന് ദുർബലമായ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവർക്ക് ഇത്തരം നടപടികളിലേക്ക് വരാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നല്ല വോളണ്ടിയേഴ്സ് ഉള്ള, നല്ല സന്നദ്ധ പ്രവർത്തകർ ധാരാളമുള്ള ഡിവൈഎഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ
ചെന്ന് ചോദിക്കുമ്പോൾ ആവശ്യത്തിലധികം സഹായിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും തയ്യാറാകുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഇതിൽ ഇടപെടാനുള്ള ദൗർബല്യമുണ്ട്, അവർ കഴിയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബാനർ വെക്കാൻ പാടില്ലെന്ന് പറയാൻ എന്റെ അഭിപ്രായത്തിൽ കൃത്യമായി ബാനർ വച്ച് തന്നെ ഇത് കൊടുക്കണം. കാരണം ഇത് ഡിവൈഎഫ്ഐ മക്കൾ കൊണ്ടുവരുന്നതാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ധൈര്യമായി അത് വാങ്ങി കഴിക്കാൻ ആളുകൾ തയ്യാറാവും. ഇപ്പൊ പലതരത്തിൽ ചിലപ്പോൾ വല്ല കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് വല്ല ഭക്ഷ്യവിഷബാധ ഇടയാക്കുന്ന തരത്തിൽ ആര് അഡ്രസ് ഇല്ലാതെ നൽകുന്നത് പോലെ അല്ലല്ലോ. ഇത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം തരുന്നതാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ട് തരുന്ന ഞങ്ങളോടുള്ള സ്നേഹം നമ്മൾ അവർക്ക് അങ്ങോട്ടും ഈ സമൂഹത്തിൽ കൊടുത്തതിന്റെ സ്നേഹത്തിൽ അവർ കണ്ടെത്തി കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്തോടെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് എന്ന് തോന്നുക തന്നെ വേണം. അതുകൊണ്ട് ഡിവൈഎഫ്ഐ ആകട്ടെ സേവാഭാരതി ആകട്ടെ അവരുടെ ബാനർ വെച്ച് തന്നെ ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അത് വാങ്ങി ഒരിക്കുമ്പോൾ അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറാണ് ഞാൻ വാങ്ങി കഴിച്ചത്, എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അവരത് ഓൺ ചെയ്യുമെന്നുള്ളതല്ലേ. അതുപോലെ ഡിവൈഎഫ്ഐ ആണ് ചേച്ചി, ഞാൻ ഡിവൈഎഫ്ഐ പ്രവർത്തനാണ്. ഈ മെഡിക്കൽ കോളേജിലെ അമ്മമാർക്ക് വേണ്ടി അനിയന്മാർക്ക് വേണ്ടി ഒരു മക്കളെ വായെന്ന് പറയും. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയമില്ലാതെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവരെല്ലാവരും പൊതിച്ചോറ് ഇടുന്ന. കാരണം കിട്ടേണ്ടവർക്ക് കിട്ടുമെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബാനർ വെച്ച് സാംസ്കാരിക പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റുക തന്നെ വേണം. ഇതിനെ പൊതുസമൂഹം എതിർത്ത് തോൽപ്പിക്കണം. ഇത്തരം വൃത്തികെട്ട വർത്തമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇതുവരെയും കേരള സമൂഹം എതിർത്ത് തോൽപ്പിച്ചതുപോലെ ഇനിയും തോൽപ്പിക്കണം. പൊതിച്ചോറ് വിതരണം എന്ന ബൃഹത്തായ സാംസ്കാരിക പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം ഈ യുവജന പ്രസ്ഥാനങ്ങൾ തുടരുക തന്നെ വേണം. ശ്രീ മുരുകൻ കാട്ടാക്കട, മാനവസേവ മാധവസേവ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്നദാനം മഹാദാനം എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലെ കണ്ടും കേട്ടും വളർന്നതാണ്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, രാഷ്ട്രീയമായ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ, അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും നാളിതുവരെ ഉപയോഗിക്കാത്ത ഒരു ശൈലിയും വാക്കുകളും പ്രയോഗങ്ങളും നടത്താൻ എന്തുകൊണ്ടാണ് ശ്രീ കെ മുരളീധരനെ പോലെ വളരെ രാഷ്ട്രീയമായി ഒത്തിരി പാകതയുള്ള ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നത്? അദ്ദേഹം ഒരുപക്ഷെ ഈ വിശപ്പ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പറയുന്നത് പോലെ KSUവിലും യൂത്ത് കോൺഗ്രസിലും SFIയിലും DYFIയിലും AESFിലും ഒക്കെ പ്രവർത്തിച്ചവർക്ക് ഒരുപക്ഷെ ഈ വിശപ്പിൻ്റെ വില അറിയാൻ കഴിയും. അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ പല ദിവസങ്ങളിലും അവർ പട്ടിണി കിടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവും. ശ്രീ മുരളീധരന് അങ്ങനെ ഒരു പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിനെ വല്ലാത്ത ഒരു ശത്രുതയോടുകൂടി അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ശ്രീ മുരുകൻ കാട്ടാക്കട, എനിക്ക് പല കാര്യങ്ങളിലും വലിയ ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ മുരളീധരൻ. അദ്ദേഹം വളരെ സൗമ്യനാണ്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സൗഹൃദങ്ങളെ കൊണ്ടു നടക്കുന്ന ആളാണ്. നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നല്ല വാത്സല്യം അനുഭവിക്കുന്ന ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞതാണ് കാര്യം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പൊ നമ്മുടെ തലമുറയിൽ തന്നെ ചില കുട്ടികളുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ മക്കൾ അല്ലെങ്കിൽ എന്റെ അവർക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മകൻ, എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ പറയുന്നുണ്ടായിരുന്നു കൊച്ചായിരിക്കുമ്പം, അമ്മ എനിക്ക് എന്തോ പോലെ, അതായത് വിശപ്പാണെന്ന് അവന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. അതുപോലെ വിശപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ്, പണ്ട് നീറോ ചക്രവർത്തിയുടെ കാര്യം അറിയാലോ, ആളുകൾ പട്ടിണി കിടന്നിട്ട് ബ്രെഡിന് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് കണ്ടുകൊണ്ട് മോളിൽ ഇരുന്നുകൊണ്ട് രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ ആളുകൾ എന്തിനാണ് ഈ ബ്രെഡിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഇവർക്ക് കേക്ക് ചോദിച്ചുകൂടെ എന്നാണ്. എന്തിനാണ് ഇവർ ബ്രെഡിന് വേണ്ടി ബഹളം വയ്ക്കുന്നത്? ഒരു കേക്ക് വേണമെന്ന് പറയാത്തത് എന്താണെന്നാണ്. അപ്പൊ ഇതാണ് ഈ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഭരണാധികാരികളുടെ നിലപാടെന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെ. ഇപ്പൊ സുധാകരൻ എന്ന് പറയുന്ന ജനപ്രതിനിധി എത്രയോ കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പാർലമെന്ററി സുഖങ്ങളും അനുഭവിച്ച് അതിൽ നിന്ന് പുറത്ത് ചാടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മനസ്സിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു മനസ്സ്, ഈ മനുഷ്യത്വരഹിതമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചല്ലോ. ഒരാളും പൊതിച്ചോറ് കൊണ്ടുവരേണ്ട കാര്യമില്ല, അങ്ങനെ ഒരുത്തരും കൊടുക്കാൻ പാടില്ല. അതേ മാനസിക അവസ്ഥ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. കാരണം ഇതാണ്, ഈ വിശപ്പ് എന്താണെന്ന് അറിയുന്ന ഭരണാധികാരികൾ നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ.
ഈ ലോകത്ത് എവിടെയെങ്കിലും, കേരളത്തിൽ എവിടെയെങ്കിലും വിശപ്പുണ്ടോ എന്ന് നോക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നാട്ടില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ റേഷൻ കടയില് ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കണ്ടതാണ്. കേരളത്തിൽ അത് തുടങ്ങിയതേ ഉള്ളൂ, അത് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതായത് തെരുവിൽ കിടക്കുന്ന ആളുകൾ, ഒരിക്കൽ ഞാൻ ഒരു കടയിൽ കയറുമ്പോൾ ആ കടയിൽ തൊട്ടപ്പുറത്ത് അനാഥനായിട്ടുള്ള മനുഷ്യൻ സ്ഥിരമായി അവിടെ ഇരിക്കുന്ന കാണാം. ഞാൻ അദ്ദേഹത്തിന് കൂടെ ഒരു പൊതി ചോറ് കൊടുക്കണമെന്ന് ഞാൻ ആ കടക്കാരോട് പറഞ്ഞു. പറ്റില്ല സാറേ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ചോറ് കൊടുക്കേണ്ട ചുമതല എനിക്കാണ്. അതിനാവശ്യമായ റേഷൻ സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് എനിക്ക് തരും. അങ്ങനെ സർക്കാർ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഈ കടയിൽ നിന്ന്. അപ്പൊ അങ്ങനെ പോലും വിശക്കുന്നവനെ കണ്ടെത്തുന്ന ഭരണാധികാരികളും നമുക്ക് നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത്തരം മാനസികാവസ്ഥ അനുഭവജ്ഞാനം, ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പട്ടിണി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവജ്ഞാനം ഉള്ളവനായിരിക്കണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കുറവാണ് നമുക്ക് ഈ പ്രസ്താവനകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ മുരുകൻ കാട്ടാക്കട പ്രതികരിച്ചത്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഭീഷണി തള്ളിക്കളഞ്ഞ് ആയിരങ്ങളാണ് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുകൾ വാങ്ങി വിശപ്പകറ്റിയത്. പൊതിച്ചോറിനെ എതിർക്കുന്നവർക്ക് വിശപ്പിന്റെ വില അറിയില്ലെന്ന് ജനങ്ങൾ പറയുന്നു. സമയം 11:30. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മുൻവശത്തുള്ള ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഹൃദയസ്പർശം. ഞാനിവിടെ വരുമ്പോൾ കാണുന്ന ഈ 2 അമ്മമാർ ഈ പൊതിച്ചോറിന് വേണ്ടി ഇപ്പോഴേ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. അമ്മേ, ഈ പൊതിച്ചോറ് ഡിവൈഎഫ്ഐക്കാരൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇവിടെ അങ്ങനെ ഒന്നും കൊടിയും കെട്ടേണ്ട കാര്യമില്ല, അതൊക്കെ ഞങ്ങൾ പോയിക്കോളാമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് സപ്രപഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇവിടെ വന്ന് കഷ്ടപ്പെട്ടത് വാങ്ങിക്കുന്ന അയാളൊന്ന് വന്ന് നോക്കാൻ പറ, ആ ദുരിതങ്ങൾ ഒന്ന് അറിയാൻ പറ. എന്നാലേ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ കസരക്കകത്ത് സുഖിച്ചിരുന്ന ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഞങ്ങളെപ്പോലെ ഒരു അലയുന്നത് വന്ന് നോക്കാൻ പറ. ഇത് ഒരു കാലവും നിങ്ങൾ നിർത്തരുത്. നിർത്തിയാൽ ഞങ്ങൾ ജീവിക്കിച്ച ഒരു ഫലവുമില്ല. ഒരു നേരം എന്നല്ല, ഞങ്ങൾ 2 നേരം ഒരു ചോറ് തന്നെ ഞങ്ങൾ കഴിക്കുന്നത്. അത് ഇല്ലാതാക്കരുത്, അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. തലേ ദിവസം തന്നെ ഞങ്ങൾ ഒരു കള്ളം പറയുന്നതല്ല, ചിക്കൻ മേടിച്ച് അത് കറി വെച്ച് വേറെ തോരന്, പിന്നെ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങേയറ്റം മുളക് വരെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് ഇടിച്ച് ഞങ്ങൾ പുളിയും വെച്ച് ഞെരടി വേറൊരു പൊതി കെട്ടി അതിനകത്ത് വെച്ചേക്കും വൃത്തിയായിട്ട്. ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവർ ഈ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുളക് വരെ ഞെരടി അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആരും പറയത്തില്ല. ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഇതൊരു അത്താണിയായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് കഷ്ടത അനുഭവിച്ചാണ് ഓരോ വീട്ടുകളിൽ നിന്ന് ഈ പൊതി കളക്ട് ചെയ്ത് ഈ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. ഇതേ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് ഇവിടെ. മനസ്സിലായി? ഇത് കിച്ചണും മറ്റേതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോരായോ? ഇപ്പം കിച്ചണൊന്നും ഇല്ലല്ലോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് വേണം. അത് കൊടിയൊന്നും നോക്കിയാൽ ഇവിടെ വിതരണം. വണ്ടിക്ക് കൊടി കിട്ടുന്ന വെച്ചാൽ അവർ കൊണ്ടുവന്നിട്ടില്ലേ? ഇവന്മാരെവിടെ പോയായിരുന്നേ? അതൊന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് ആഹാരം വേണം. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ബാനർ കെട്ടിയിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലാത്ത ഏത് മുരളീധരനും പറയാൻ പറ്റും ബാനറൊക്കെ അഴിപ്പിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ ബാനർ കെട്ടിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. അന്നം തന്നെ അതിനെപ്പോലും ഇല്ലാതാക്കുന്ന ഈ സർക്കാരിൻ്റെ നടപടികളെ അവൻ്റെ വിശപ്പ് അവനവനറിയാവും. ഈ വിശപ്പ് കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ നിന്ന് കാരണം ആൾക്കാരെ ചെന്ന് പിരിച്ചു മറയ്ക്കാൻ കൊണ്ട് കാരണം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനോട് പുച്ഛമാണ് ജനങ്ങൾക്ക്. ഇത് അധികാരം ഉണ്ണാത്തവൻ്റെ വിഷം പറയാത്തവൻ ഈ ഒരു പരിപാടി നിർത്തണം എന്നാണ് ആരോഗ്യമന്ത്രി. നിർത്തുന്ന ഞാളെന്താ തിന്ന ഞാൾ ഇത്ര കഷ്ടപ്പെട്ട് ഇന്നലെ ചോറ് തിന്നിക്കില്ല. പാവപ്പെട്ടവർക്കുള്ള ഒരു ഭക്ഷണത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും നിർത്തലാക്കരുത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഉച്ച സമയത്ത് വിശന്നിരിക്കുന്നവരെല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് അതൊരു ഉപകാരമുള്ള ഒരു സംഭവമാണ്. ഇതൊരിക്കലും നിർത്തലാക്കാൻ സമ്മതിക്കരുത്. അതിനെതിരെ ഡിവൈഎഫ്ഐൻ്റെ ഞാളുന്നു പങ്കാളികളാവും. ഭക്ഷണ സാധനം കൊടുക്കുന്നതിന് ആരെങ്കിലും തടസ്സപ്പെടുന്നത് ഏത് മന്ത്രിയല്ല, പ്രധാനമന്ത്രി ആയാലും ആരായാലും എന്താ ഭക്ഷണമല്ലേ കാര്യമില്ല. രാഷ്ട്രീയത്തിനകത്ത് ഒരിക്കലും നോക്കരുത്. നമ്മളെല്ലാവരും വിശപ്പിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ബേസിൽ ഇവർ ചെയ്യണമെന്ന് മാത്രമുള്ളൂ, അല്ലാതെ അവരെ ഒന്നും തെറ്റി പറയരുത്. ഇത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ്. നമ്മളൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നുള്ളത് കേവലം ഒരു ആപ്തവാക്യം മാത്രമല്ല. 10,000-കണക്കിന് മനുഷ്യരുടെ വിശപ്പാണ് ഡിവൈഎഫ്ഐ ഒരു ദിവസം അകറ്റുന്നത്.
അത് നിർത്തലാക്കിക്കൊണ്ടുള്ള എന്ത് നേട്ടമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് മനുഷ്യത്വരഹിതമായ ഈ സമീപനം? വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് നൌഫൽ, കൈരളി ന്യൂസ്. ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് നടക്കുന്ന സമയത്ത് അവിടുത്തെ മനുഷ്യർ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് കാണുകയായിരുന്നു. എത്ര ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അനുഭവ പരിചയമോ ബുദ്ധിയോ ഒന്നുമില്ലാത്തയാളാണോ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി? ഷമി, നമ്മൾ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇത് നിർത്തരുത് എന്നുള്ളതാണ്. കാരണം ഇത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് അന്നമൂട്ടുന്ന പ്രവൃത്തിയാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. അത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ട്, 1.5 പതിറ്റാണ്ട് മുമ്പ് ഡിവൈഎഫ്ഐ ആരംഭിച്ചൊരു പ്രവൃത്തിയാണിത്. ഇതിൽ ഏതെങ്കിലും ഈ വിശപ്പിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് പോലെ ഭക്ഷണം നൽകുന്നതിന് രാഷ്ട്രീയമില്ല. ഇതിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യപ്രകാരമല്ല അവർ ഇത് വിതരണം ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് കൂടി ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അവർ തന്നെ ഇന്ന് പ്രതികരിച്ചപ്പോൾ പലരും നമ്മളോട് പറയുകയുണ്ടായി, അവർ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. കാരണം ഈ സമയത്ത് പലർക്കും പണമില്ലാത്തവരുണ്ട്, പാവപ്പെട്ടവരാണ്. ചിലപ്പോൾ ആ പരിസരത്ത് അവർക്ക് അടുത്ത് തന്നെ ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോഴാണ് കൃത്യം 12 മണിയാകുമ്പോൾ മുഴുവൻ പേർക്കും, ആ ആശുപത്രിയിൽ എത്ര പേരാണോ ഉള്ളത് മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണവുമായി ഡിവൈഎഫ്ഐ അവിടേക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും സംശയം തോന്നുകയുണ്ടായി, ഇങ്ങനെ ഒരു വാഹനത്തിൽ നിറയെ പൊതിച്ചോറുമായി വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആൾക്കൂട്ടം നമ്മളവിടെ കാണുകയാണ്. ഈ മുഴുവൻ പേർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുമോ എന്ന് പലപ്പോഴും സംശയമുണ്ടായി. പക്ഷേ അത് വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കോ അത് വാങ്ങുന്നവർക്കോ അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. എത്ര പേർ വന്നാലും മുഴുവൻ പേർക്കുമുള്ള ഭക്ഷണപ്പൊതി ആ വാഹനത്തിലുണ്ട്. ഇനി ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ വാഹനത്തിലുണ്ടാകും എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും പലർക്കും അറിയില്ലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് എറണാകുളത്തെ കാര്യം പറയാം. എറണാകുളത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വിതരണം ആരംഭിച്ചിട്ട് ഏതാണ്ട് 10-17 വർഷമായി. അത് ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടല്ല, അത് താഴെ കമ്മിറ്റികൾക്ക് വിഭജിച്ച് നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ ഏതാണ്ട് 200ഓളം കമ്മിറ്റികൾ ഉണ്ട്. അവർ താഴെ തട്ടിൽ ഓരോ ദിവസവും ഓരോ മേഖലയിലുള്ളവർക്ക് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചുമതലപ്പെട്ടവർ അവരുടെ പ്രദേശത്ത് ഉള്ള വീടുകളിലേക്ക് കയറി ചെന്ന് ഇങ്ങനെ പൊതിച്ചോറ് അവർ ആവശ്യപ്പെടുന്നു. അവർ നൽകാൻ സന്നദ്ധതയുള്ളവരിൽ നിന്ന് അത് ശേഖരിക്കുന്നു. അങ്ങനെ നേരെ വാങ്ങി ഒരു വാഹനത്തിലാക്കി ഒരു കേന്ദ്രത്തിലെത്തിച്ച് ഇതെല്ലാം കൂടി ചേർത്താണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 365 ദിവസവും വിതരണം ചെയ്യാൻ വേണ്ടി നിരന്തരം ഈ പ്രവർത്തകർ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സന്നദ്ധ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നേരിട്ട് കാണിച്ചു തരികയാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ഡിവൈഎഫ്ഐ എന്നുള്ളത്. അത് വാങ്ങുന്നവർക്കും അത് കൃത്യമായി ബോധ്യമുള്ളതാണ്. അവർ പറയുന്നത് മന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. ഇത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതിലേതെങ്കിലും ഈ വാങ്ങാൻ വരുന്നവരുടെ രാഷ്ട്രീയം നോക്കിയല്ല ഒരിക്കലും ഡിവൈഎഫ്ഐ ഇത് വിതരണം ചെയ്തത്. ജാതിയോ മതമോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെ വിഷയമല്ല. അവിടെ ആര് ആ ക്യൂവിൽ വന്ന് ക്യൂ പ്രകാരമാണ് അത് നൽകുന്നത്. ആരൊക്കെയാണോ ക്യൂവിലുള്ളത് ആ മുഴുവൻ പേർക്കും ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ പാവപ്പെട്ടവരുണ്ടാവാം, ചിലപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും അവിടെ ആ ഭക്ഷണ വിതരണ സ്ഥലത്ത് ഇതൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണോ അവിടെ വരുന്നത് അവർക്ക് ഭക്ഷണം നൽകിയിരിക്കും എന്നുള്ളതാണ്. അതിലുപരിയായി മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞിരുന്ന അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ ഉള്ളതാണ്. ഈ ക്യൂ നിൽക്കുന്നവർക്ക് പുറമെ ഒരു പക്ഷേ ആരും ആശ്രയമില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരുണ്ടാകും. അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ അവിടെ ആരും ഉണ്ടാവില്ല. അത് ഈ ഡിവൈഎഫ്ഐക്കാർ തന്നെ നേരിട്ട് കൊണ്ടുചെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതിന് പുറമെ ചുമതലപ്പെട്ടവർ മറ്റ് ചില ജീവനക്കാരും അവിടെയുണ്ട്. അവർക്ക് ഇത് നൽകി അവർക്ക് കൊണ്ടു കൊടുക്കും. അവൾ ക്യൂ നിൽക്കുന്നവർക്കല്ലാതെ ആശ്രയമറ്റ് ഈ ആരും ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ലാതെ കിടക്കുന്നവർക്ക് പോലും, തെരുവിൽ കഴിഞ്ഞ് അവിടെ ആശുപത്രിയിൽ എത്തിച്ചവരൊക്കെ ആയിരിക്കും, അവർക്ക് പോലും വളരെ കൃത്യമായി ഡിവൈഎഫ്ഐ ഇങ്ങനെ ഭക്ഷണം നൽകുകയാണ്. അതാണ് ഈ പരിപാടി പറ്റില്ല എന്നുള്ള നിലയിൽ മന്ത്രി പ്രതികരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇന്ന് മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചൊരു കാര്യം, അതിപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും രണ്ടുപേരും പറഞ്ഞത്
ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് അത് നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത് ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം പറഞ്ഞത്. അങ്ങനെയാണ്. അല്ലാതെ മന്ത്രിയെ ഞങ്ങൾ നേരിടും അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് അങ്ങനെയല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് പറഞ്ഞതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത് നമ്മളിത് വിതരണം ചെയ്യുകയാണ്, ഇതിനി നിർത്തണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇനിയും വരും ദിവസങ്ങളിലും ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെ അവർ ഇനിയും പ്രവർത്തിക്കുമെന്നുള്ളതാണ് അവർ തീർത്തു പറഞ്ഞത്. ഒപ്പം അവിടെ നിന്ന് ജനങ്ങളും പറഞ്ഞത് ഒരു കാരണവശാലും നിർത്തരുത്, ഇതിപ്പോൾ ഡിവൈഎഫ്ഐക്കാരാണോ തരുന്നത് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, അവർ എല്ലാ ദിവസവും ഞങ്ങൾക്ക് തരികയാണ്, അത്രയും സൽപ്രവൃത്തി ഒരു ദിവസം കൊണ്ട് നിർത്തിക്കളയരുത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഇന്നവിടെ പറഞ്ഞത്. ഷമി, തീർച്ചയായും ഉമേഷ്, ഈ ഒരു പൊതിച്ചോറ് വിതരണം അത് എത്ര മനുഷ്യൻ്റെ വിശപ്പ് അകറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ PCR നിന്ന് കൽപ്പറ്റ നാരായണൻ മാഷിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ബാനർ വെച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയദർശിനി ബസ് സർവീസിന് പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് വെക്കുന്നതിൽ കൽപ്പറ്റ നാരായണൻ മാഷിന് ഒരു പ്രശ്നവുമില്ല. ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ വീടുകളിൽ പോയി ഈ പൊതി വാങ്ങി ഈ ആശുപത്രികളിൽ എത്തിച്ച് അപ്പോൾ ആ വണ്ടിക്കകത്താണ് ഈ കൊടി കുത്തുന്നത്, അല്ലാതെ ഈ പൊതിച്ചോറിലല്ല കൊടി കുത്തുന്നത്, വണ്ടിക്കുള്ളിലാണ് ആ കൊടി കുത്തുന്നത്. കാരണം ഈ വരുന്ന വഴിക്ക് ഏതെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ടുപോയാൽ അത് പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിൽ ഒരു പൊതിച്ചോറ് എന്ന് ബാനറും കൊടിയും കെട്ടിവരുന്നത്. അപ്പോൾ രാഷ്ട്രീയ തിമിരം ബാധിച്ച് സംസാരിക്കുന്ന മനുഷ്യരുടെ കണ്ണിൽ ഈ മനുഷ്യരുടെയൊന്നും വിശപ്പ് പെടുകയില്ല. പക്ഷേ ഈ ന്യായവും പറഞ്ഞ് വെളിയിലോട്ടിറങ്ങിയാൽ ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ അതങ്ങനെ വെറുതെ വിട്ടുകളയുമെന്ന് കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉമേഷ്, അതെ ഷമി, ഒരു തരത്തിലും അവർക്ക് ഇതൊരു അലർജി ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണ് തരുന്നത് എന്ന് അവർ നോക്കുന്നില്ല. അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്നു. അത് ഡിവൈഎഫ്ഐ ആണെങ്കിൽ അവർക്ക് അത്രയേറെ സന്തോഷം എന്നുള്ളതാണ്. ഇതിപ്പോൾ അല്പം മുമ്പ് നേരത്തെ എ റഹീമിൻ്റെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടു. ഇത് ഏതെങ്കിലും നിരോധിത സംഘടനയോ ഒന്നും തന്നെയല്ല. അപ്പോൾ ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് ചിലർക്ക് ഈ കൊടിയുടെ നിറം അലർജി ഉണ്ടാകുമായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് വീണ്ടും പരിശോധിക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും ഈ പ്രവൃത്തി അവർ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ദിവസം തന്നെ ശരാശരി 1500 ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ, എറണാകുളത്തെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്, 1500ഓളം ഭക്ഷണപ്പൊതികളാണ് അവർ വിതരണം ചെയ്യുന്നത്. പലപ്പോഴും ഈ പൊതികൾ തയ്യാറാക്കി നൽകുന്ന വീട്ടുകാർ ഇത് ആരുടെ കൈകളിലേക്കാണ് എത്തുക എന്നുള്ളത് പോലും അവർക്ക് പലപ്പോഴും നിശ്ചയം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ മനസ്സോടെ എല്ലാവരും ആ സൽപ്രവൃത്തിയുടെ ഭാഗമാവുകയാണ്, അതിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുകയാണ്. അവരെ കൂട്ടിയിണക്കുന്ന കണ്ണികളായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇറങ്ങി ചെല്ലുകയാണ്. അത് ഇത്രയും നാൾ ഈ 1.5 പതിറ്റാണ്ടിലധികം കാലമായി ഇതിങ്ങനെ നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സംഭവമായി തന്നെ അത് വിശേഷിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനാണ് ഒരു ദിവസം. ഉമേഷ്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എത്രയോ മനോഹരമായ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയെ വിളിച്ചിട്ട് ഇതുപോലെ അവർ എല്ലാ സംസ്ഥാനത്തെ എത്രയോ ആശുപത്രികളിൽ, എല്ലാ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഭക്ഷണം വിതരണം ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ താലൂക്ക് ആശുപത്രികളിലും വിതരണം ചെയ്യുന്നു. അതുപോലെ ഒന്നും വേണ്ട, ഒരാശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ്സിന് ഇതുപോലെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? ഒരു വർഷത്തേക്കും വേണ്ട, കേവലം ഒരാഴ്ചത്തേക്ക് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു മനോഹാരിതയുണ്ടായിരുന്നു. ഇത് 19,000 പൊതി ഒരു ദിവസം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനത്തെ നിർത്തലാക്കി കളയും എന്ന് പറയുന്ന ഒരു തലം, അതൊരു നല്ല പൊതുപ്രവർത്തകന് യോജിച്ചതല്ല ഉമേഷ്. ഷമി, ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിന് പിന്നിലുള്ള കാരണവും അതുതന്നെ ആയിരിക്കാം. അല്പം മുമ്പ് കവി മുരുകൻ കാട്ടാക്കട അദ്ദേഹം ഇത് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയ്ക്ക് ഒരു കാരണവശാലും ഇത്തരം ഒരു പ്രവൃത്തി ഇങ്ങനെ ആസൂത്രണത്തോടെ നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതുവരെ അത്തരത്തിലൊരു പ്രവൃത്തി അവർക്ക് ചെയ്ത് ശീലമില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഇത് ഏകോപിപ്പിച്ച് ഇത് നടപ്പാക്കുന്നത് എന്നുള്ളത്. അത്
എളുപ്പമുള്ള ജോലിയല്ല എന്നുള്ളതാണ്. കാരണം ഇത്രയധികം പേരെ ഒരേ സമയം സംഘടിപ്പിച്ച് ഈ പ്രവൃത്തികൾ ഏർപ്പെട്ട് ഇവർ ഉച്ച സമയത്തല്ല പോകുന്നത്. ഉച്ചയ്ക്ക് ഈ 12 മണിയോടെ ഈ ചോറ് അവിടെ എത്തിച്ച് നൽകണമെങ്കിൽ രാവിലെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങണം എന്നുള്ളതാണ്. അത് താഴെ തട്ടിലുള്ള പ്രവർത്തകർ അതിനുവേണ്ടി ഓടി നടക്കുന്നു. അങ്ങനെ ഓരോ വീടുകളിലേക്കും രാവിലെ 8 മണി മുതൽ തന്നെ ഇവർ ചെല്ലുകയാണ്. അതിനു മുൻപ് ഓരോ വീട്ടുകാരെയും ഇത് പറഞ്ഞ് ധരിപ്പിക്കണം. ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയുണ്ട്, അതിൻ്റെ ഭാഗമാകാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ഒരുപാട് പേർ അതിന് തയ്യാറാവുകയാണ്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 2, 3, 4 പൊതികളൊക്കെ കൈമാറുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഡിവൈഎഫ്ഐക്കാരടക്കം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ അവർ തയ്യാറാകുന്നു. അങ്ങനെ നിരവധി വീടുകളിൽ കയറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1500 പൊതികൾ ഒരു ദിവസം വിതരണം ചെയ്യണമെങ്കിൽ അത്രയധികം വീടുകളിൽ അവർ ഒരുപക്ഷെ കയറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മേഖലയിലും ഓരോ ഡിവൈഎഫ്ഐയുടെ താഴെയുള്ള കമ്മിറ്റികളാണ് ഓരോ ഇടത്തും ഓരോ ദിവസവും തീർച്ചയായും ഈ നാട്ടിലെ യുവജനങ്ങൾ, ഡിവൈഎഫ്ഐ ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പ്രവർത്തനം. അതിൽ ഈ നാട്ടിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ പങ്കാളികളാകുന്നു. അവർ പൊതിച്ചോറ് കെട്ടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ ഏൽപ്പിക്കുന്നു. അവർ അത് ആശുപത്രികളിലെത്തി ആവശ്യക്കാരായ മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നു. ഇതെന്തോ മഹാ അപരാധമെന്ന മട്ടിൽ നമ്മുടെ ആരോഗ്യമന്ത്രി പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ തലം എത്രമാത്രം താണുപോയിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അത് ഒരിക്കലും ഒരു പുരോഗമന സംസ്കാരം സൂക്ഷിക്കുന്ന സമൂഹത്തിന് യോജിച്ചതല്ല, അത് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും. പൊതിച്ചോറ് വിതരണം നിർത്തലാക്കണമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ പ്രസ്താവനയെ വിമർശിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി, മുരളീധരന് ഇതുവരെ റിലേ കിട്ടിയിട്ടില്ലെന്നും സതീശൻ്റെ ഒപ്പം കൂടി മുരളീധരൻ കെട്ടുപോയെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. മൂപ്പർക്ക് ഇപ്പോഴും റിലേ കിട്ടിയിട്ടില്ല. മൂപ്പർക്ക് ഹണിമൂൺ പീരീഡ് വേണം എന്നായിരുന്നു കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൂപ്പർ ഹണിമൂണിലാണോ ഉള്ളത്, ഹണിമൂൺ കഴിഞ്ഞോ, അതുപോലും വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രീയ സംഘടനയോ യുവജന സംഘടനയോ സന്നദ്ധ സംഘടനയോ രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കല്ലേ മൂപ്പർ ചെയ്യേണ്ടത്. എന്തൊക്കെ മുരളീധരനെ പറ്റിയത് എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സതീശൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് മൂപ്പർ കെട്ടുപോയ സംശയമുണ്ട്.